അടുത്ത ഒരു മണിക്കൂർ വളരെ നിർണായകമാണ് ഷിരൂരിൽ എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന വാർത്തകൾ. എന്തെങ്കിലും ഒരു വാർത്ത ആ മണ്ണിനടിയിൽ നിന്നും ഏതായാലും അടുത്ത ഒരു മണിക്കൂറിനകം ലഭിക്കുമെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശുഭപ്രതീക്ഷയോടെ വളരെ ആത്മവിശ്വാസത്തോടെ അവിടെ രക്ഷാപ്രവർത്തകർ അവരുടെ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സൈന്യം സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ പെയ്ത മഴ രക്ഷാപ്രവർത്തനത്തെ മന്ദഗതിയിലാക്കിയെങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നതെന്ന് സ്ഥലം MLA സതീഷ് സെയിൻ പറഞ്ഞു. ഇന്നത്തെ തെരച്ചിൽ ശുഭസൂചകമാണെന്ന് സതീഷ് സെയിൻ പറയുകയുണ്ടായി. As per your person direction only we are doing. Okay. Whatever he has told that we will accept and we will finish till that all where it is connected directly. We are getting single wood piece now. That is more than enough. സൈന്യം കൂടി എത്തുന്നതിനാൽ ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. വൈകിട്ടാണ് സൈന്യം എത്തുന്നത് എന്നതിൽ നിരാശയുണ്ട്. ഇത്രയും വൈകി എത്തുന്നതിൽ വലിയ നിരാശയാണുള്ളത്. ഇത്രയും ദിവസവും അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെന്നും ജിതിൻ പറഞ്ഞു. തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സൈന്യം വന്നാൽ എന്തായാലും വിത്തിൻ 2 or 3 hours അവനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. കുറച്ച് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതിലൊരു നിരാശ ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം ഒരു മിനിറ്റ് മുന്നേ അർജുനെ എടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത് നടന്നിട്ടില്ല. നോക്കാം ഇന്ന് എന്താ നടക്കുക എന്നുള്ളത്. ഇന്നലെ ഒരു ഏരിയ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ എന്തൊക്കെയാണ് പുരോഗമനം എന്ന് ഇന്ന് നോക്കാം. വിവരങ്ങളുമായി സരീഷ് PK ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്നും. സരീഷ്, സൈന്യത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും സൈന്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകരെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾ അകലേക്ക് അകറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് പോലീസ് മാധ്യമപ്രവർത്തകർക്ക് അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് കാർവാർ MLA ഇടപെട്ടാണ് ഈ മേഖലയിലേക്ക് ഈ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക്. കാരണം MLA പറഞ്ഞൊരു കാര്യം, എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം. കാരണം നിരവധി കുടുംബങ്ങളാണ് ആകാംക്ഷയോടെ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മാധ്യമപ്രവർത്തകരെ ആ സ്ഥലത്തേക്ക് വിടണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിന് അംഗീകരിച്ചില്ല. പക്ഷേ MLA നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാം ഈ മേഖലയിലേക്ക് എത്തി. അവിടെ നിന്നും മീറ്ററുകൾ മാറി, അതായത് പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തു നിന്നും മീറ്ററുകൾ മാത്രമാണ് മാറി നിന്ന് ഒരു തരത്തിലും ഈ രക്ഷാപ്രവർത്തനത്തിന് ഭംഗം വരുത്താത്ത രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് DYSP വരുന്നു. അവിടെ നിന്ന് എല്ലാവരും അടിയന്തരമായി മാറണം എന്നൊരു നിർദ്ദേശം വരുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ അവർ തയ്യാറാവുന്നില്ല. അവർ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ്. മുഖ്യമന്ത്രി 2:30-ക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു അപകട സ്ഥലത്ത്, ഇത്രയേറെ വലിയൊരു അപകടം നടന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിക്ക് ഇത്രയേറെ വലിയ സുരക്ഷ ഇവർ എന്താണ് ഒരുക്കാൻ പോകുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. കാരണം ലാൻഡ് സ്ലൈഡിംഗ് ഉൾപ്പെടെ നടക്കുന്ന സ്ഥലത്ത് മതിൽ കെട്ടാനുള്ള ഉദ്ദേശമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. കാരണം 10 മണിക്ക് മുൻപ് മാധ്യമപ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്നും മാറ്റി നിർത്തണം. കാരണം മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്താൽ അത് ദോഷകരമായി ബാധിക്കുക കർണാടക സർക്കാരിനാണ്. കാരണം ആദ്യ മണിക്കൂറുകൾ മുതൽ അലംഭാവത്തിന്റെ അങ്ങേയറ്റം എന്ന് കൃത്യമായി പറയാവുന്ന രീതിയിലാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ആദ്യ മണിക്കൂറിൽ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ പരാതി നൽകിയത് GPS സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ എവിടെയാണ് വാഹനമുള്ളത് അവിടെ പരിശോധന നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യ മണിക്കൂറിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാതെ ആൾക്കാരാണ് കർണാടക പോലീസിലുള്ളത്. പക്ഷെ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ്, അതായത് വെള്ളിയാഴ്ച വൈകിട്ടോടെ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ മുന്നോട്ട് വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്ന്. വൈകിട്ട് അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് രഞ്ജിത്ത് ഉൾപ്പെടെ എത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞു, ഇവിടെ നടക്കുന്നത് രക്ഷാപ്രവർത്തനമല്ല, ആ റോഡ് വൃത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ
ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. അത് തെളിവ് സഹിതം എത്തിച്ചതാണ്. പക്ഷേ അതിന്റെ തുടർച്ച എന്ന രീതിയിൽ വേണം. കാരണം ഇന്നലെ MLA-യുടെ കൂടെ തന്നെയാണ് നമ്മളെല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിയത്. ആ സമയത്ത് പോലും പോലീസ് ഏത് രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത് എന്ന് തത്സമയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരു പ്രതിയെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പിടികിട്ടാപ്പുള്ളിയെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതേപോലെ പോലീസ് ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്ന മാധ്യമപ്രവർത്തകരെ തള്ളിക്കയറ്റുന്ന സമീപനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സമാനമായ ഒരു സാഹചര്യമില്ലെങ്കിൽ പോലും അവിടെ നിൽക്കരുത് എന്ന അന്തിമ വാണിംഗ് ആണ്. ഒപ്പം തന്നെ MLA-യുടെ വാഹനം ഉൾപ്പെടെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം നേരത്തെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റുന്നു. അത്തരത്തിൽ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റണം എന്നാണ്. എന്താണ് കാരണം എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമില്ല. എന്താണ് സാഹചര്യം എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷെ ഇവിടെ നിന്നും മാറിയേ മതിയാകൂ എന്നൊരു അന്ത്യശാസനം മാത്രമാണ് DYSP നൽകുന്നത്.